ഈ ചർച്ചയിൽ അവർ അടുത്തിടെ നടത്തിയ 2 പ്രസ്താവനകളിൽ നിന്നുള്ള അപകടകരമായ പ്രത്യാഘാതങ്ങൾ ഞാൻ തുറന്നുകാട്ടും. ആദ്യം അവർ പറഞ്ഞതിന്റെ ഏറ്റവും പ്രസക്തമായ ചില ഭാഗങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. യേശു ഒരു സ്ത്രീയായിരുന്നു എന്നതിന് 3 ശക്തമായ വാദങ്ങളുണ്ട്. ഏതൊക്കെയെന്നോ? 1. തീരെ ഭക്ഷണമില്ലാതിരുന്ന സമയത്ത് ഒരു നിമിഷത്തെ മുന്നറിയിപ്പിൽ ഒരാൾക്കൂട്ടത്തെ അവനൂട്ടേണ്ടി വന്നു. 2. ഒരിക്കലും ഒന്നും മനസ്സിലാവാത്ത പുരുഷാരത്തിനു കുറുകെ സന്ദേശമയക്കുവാൻ അവൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. 3. പണികൾ ചെയ്തു തീർക്കാൻ ബാക്കിയുള്ളതുകൊണ്ട് മരിച്ചിടത്തു നിന്ന പോലും അവൻ എണീറ്റു വരേണ്ടി വന്നു. ജിഹാദ് എന്നുള്ള വാക്കിന്റെ അർത്ഥം സമരനിരതമായിട്ടുള്ള ഒരു ജീവിതം എന്നുള്ളതാണ്. നിരന്തരമായിട്ടുള്ള പരിശ്രമം എന്നുള്ളതാണ്. ഒരുപക്ഷെ യാതന എന്നുള്ളതാണ്. അന്യനെ നശിപ്പിക്കുക എന്നുള്ളതല്ല ജിഹാദ് എന്ന വാക്കിന്റെ അർത്ഥം. തീവ്രപക്ഷത്തേക്ക് ചേരുക, അണിനിരക്കുക എന്നുള്ളതല്ല ജിഹാദ് എന്ന വാക്കിന്റെ അർത്ഥം. ഖുറാനിൽ ആ പദം ഉപയോഗിക്കുന്ന സന്ദർഭം എന്നുള്ളത് ബദർ യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ പ്രവാചകൻ തന്റെ അനുയായികളോട് പറയുകയാണ്, നാം ഇനി ഇതിലും വലിയൊരു സമരത്തിനാണ് പോകുന്നത് എന്ന്. ആ സമരം നമ്മുടെ മനസ്സുകളോടാണ്, സ്വന്തം ദേഹ ഇച്ഛകളോടാണ് എന്നാണ് പറയുന്നത്. നമ്മുടെ മനസ്സുകളോടാണ്, സ്വന്തം ദേഹ ഇച്ഛകളോടാണ്, നന്മയിൽ നിന്നും നമ്മെ തടയുന്ന ദുരാഗ്രഹങ്ങളോടാണ് ആ സമരം നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. നാം നമ്മുടെ തന്നെ ആന്തരികമായിട്ടുള്ള പിശാചുക്കളെ എങ്ങനെയാണ് അതിജീവിക്കുന്നത് എന്നുള്ളതിനായി വഴിതെളിക്കുകയാണ് യഥാർത്ഥത്തിൽ ഓരോ മതവും ചെയ്യുന്നത്. എല്ലാ മതങ്ങളും നമ്മൾ അടിസ്ഥാനപരമായി നോക്കിയാൽ എല്ലാ മതങ്ങളും നമുക്ക് പറഞ്ഞു തരുന്നത് 2 കാര്യങ്ങളാണ്. എങ്ങനെയാണ് മനുഷ്യൻ തിന്മയെ അതിജീവിക്കേണ്ടത് എന്നുള്ളത്. മഹാഭാരതം എടുത്താലും രാമായണം എടുത്താലും ബുദ്ധമതം എടുത്താലും ജൈനമതം എടുത്താലും ക്രിസ്ത്യാനം എടുത്താലും ഇസ്ലാം മതം എടുത്താലും എല്ലാം ഒന്ന് തിന്മയെ എങ്ങനെയാണ് അതിജീവിക്കേണ്ടത് എന്നുള്ളത്. 2 യാതനകളെ എങ്ങനെയാണ് നേരിടേണ്ടത് എന്നുള്ളത്. വിവരമില്ലാത്ത ചാണക സംഖ്യകളെ, ഇതൊക്കെയാണ് ജിഹാദ് എന്ന വാക്കിന്റെ അർത്ഥം. ഇടക്കെങ്കിലും ഉണ്ടല്ല, വിദ്യാഭ്യാസത്തിന്റെ കൂടെ തലയിൽ വിവരമുള്ള ആൾക്കാർ പറയുന്നത് കൂടി കേൾക്കണം കേട്ടാ. അത് നിങ്ങൾക്ക് മുസ്ലിമിന്റെ പറയുന്നത് കേൾക്കാൻ ഇഷ്ടമല്ലെങ്കിൽ ഹിന്ദുക്കളും ക്രൈസ്തവരും നല്ല വിവരമുള്ള, ഖുറാനെ കുറിച്ചൊക്കെ നല്ല വിവരമുള്ള ആൾക്കാർ കൃത്യമായി പറഞ്ഞു വെക്കുന്നുണ്ട്. അതൊക്കെ ഒന്ന് കേൾക്കണം. ആദ്യഘട്ടത്തിൽ അവർ യേശുവിനെ ഒരു സ്ത്രീയായി അവതരിപ്പിച്ച ഒരു കവിതയിലൂടെ അവർ യേശുവിനും ക്രിസ്ത്യാനികൾക്കുമെതിരെ ഒരു മതപരമായ വിവാദം സൃഷ്ടിച്ചു. ഇത് പൂർണ്ണമായും ബൈബിൾ വിരുദ്ധവും ക്രമരഹിതവും പ്രകൃതിവിരുദ്ധവും ചരിത്രവിരുദ്ധവുമാണ്. ക്രിസ്ത്യൻ വിരുദ്ധ സ്ത്രീവാദ ട്രാൻസ്ജെൻഡർ പ്രത്യയാശയ പ്രസ്ഥാനങ്ങളുടെ പക്ഷത്തുള്ളവർ മാത്രമാണ് സാധാരണയായി ഇത്തരം നിലപാടുകൾ സ്വീകരിക്കുന്നത്. കവിത മലയാളത്തിലായിരുന്നു. അത് ക്രിസ്ത്യാനികളെ വളരെയധികം അപമാനിക്കുന്നതായിരുന്നു. ആ സമയത്ത് അതൊരു മനഃപൂർവമായ നടപടിയല്ല, മറിച്ച് ഒരാകസ്മിക തെറ്റാണെന്ന് കരുതി ഞാനത് അവഗണിച്ചു. എന്നാൽ അതിന് തൊട്ടുപിന്നാലെ അവർ വീണ്ടും സമാനമായ ഒരു ക്രിസ്ത്യൻ വിരുദ്ധ വിഷയമുന്നയിച്ചു. അത് ക്രിസ്ത്യാനികളുടെ മതവികാരങ്ങളെ വളരെയധികം അപമാനിക്കുന്നതുമായിരുന്നു. ഈ സാഹചര്യത്തിൽ അവർ ജിഹാദിനെ മുസ്ലിങ്ങൾക്കനുകൂലമായും ക്രിസ്ത്യാനികൾക്ക് വിനാശകരമായും വ്യാഖ്യാനിക്കുകയായിരുന്നു. ക്രിസ്ത്യൻ വിശ്വാസത്തെയും ക്രിസ്ത്യാനികളെയും നശിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള ജിഹാദിനെ അവർ പ്രത്യക്ഷമായ യാഥാർത്ഥ്യങ്ങൾക്ക് വിരുദ്ധമായി ഉയർത്തിക്കൊണ്ടുവന്ന് പോസിറ്റീവായി അവതരിപ്പിക്കുന്നു. ലോകമെമ്പാടും ജിഹാദി അജണ്ടയുടെ ഭാഗമായി ക്രിസ്ത്യാനികൾ നിഷ്കരുണം കൊല്ലപ്പെടുന്നു. ഇസ്ലാമിക വിശ്വാസത്തിന്റെ കാതൽ ഇതാണെന്ന് അവർക്കറിയാവുന്നതിനാൽ ഒരു ഭക്ത മുസ്ലിമും ഇത്തരം ഹീനമായ പ്രവൃത്തികളെ സത്യസന്ധമായി എതിർത്തിട്ടില്ല. ഇത്തരമൊരു ആഗോള സാഹചര്യത്തിൽ അത്തരം വിനാശകരമായ പ്രവർത്തനങ്ങൾക്ക് അംഗീകാരം നൽകിക്കൊണ്ട് ആരെങ്കിലും ജിഹാദിനെ പോസിറ്റീവായി അവതരിപ്പിക്കുന്നതെന്തുകൊണ്ട്? ഒരു ഇന്ത്യൻ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥൻ അതിനെ ന്യായീകരിക്കേണ്ടതെന്തുകൊണ്ട്? ഇതിനെല്ലാം പിന്നിലെ ഉദ്ദേശമെന്താണ്? എന്തുകൊണ്ടാണിത് ചെയ്യുന്നത്? അവർ വിശദീകരിക്കണം. എല്ലാ മതങ്ങളും ഒന്നുതന്നെയാണെന്നും അവയ്ക്കെല്ലാം ഒരേ സന്ദേശമുണ്ടെന്നുമുള്ള ആശയം ഒരാൾക്ക് പറയാൻ കഴിയുന്ന ഏറ്റവും മണ്ടത്തരമായ പ്രസ്താവനകളിലൊന്നാണ്. ഈ 2 സംഭവങ്ങളും ഒരുമിച്ചു നോക്കുമ്പോൾ അവർ വളരെ ബുദ്ധിമാനായ ഒരു ക്രിസ്ത്യൻ വിരുദ്ധനും മുസ്ലിം അനുകൂലിയുമായ നിലപാടാണ് സ്വീകരിക്കുന്നതെന്ന് വ്യക്തമാണ്.
ഒരു ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ഉദ്യോഗസ്ഥന്റെ അത്തരമൊരു നിലപാട് വളരെ ഗുരുതരമായ ഒരു പ്രശ്നമാണ്. സർക്കാർ ക്രിസ്ത്യൻ വിരുദ്ധവും മുസ്ലിം അനുകൂലവുമാണെന്ന ധാരണ ഇത് നൽകുന്നു. രണ്ട് ന്യൂനപക്ഷ മതവിഭാഗങ്ങൾക്കിടയിൽ ഇതിനു കൂടുതൽ വർഗീയ സംഘർഷങ്ങളും മതപരമായ ശത്രുതയും സൃഷ്ടിക്കാം. ഗൂഢലക്ഷ്യങ്ങളില്ലെങ്കിൽ ഒരു സർക്കാർ ജീവനക്കാരി എന്തിനാണ് ഇത്രയും നിരുത്തരവാദപരവും ക്രമരഹിതവുമായ പ്രസ്താവനകൾ നടത്തുന്നത്? അതോ മറ്റാരെങ്കിലും അവരെ പ്രേരിപ്പിച്ചു കുടുക്കിയതാണോ? അവർ ഈ വിഷയത്തിന് ഉത്തരം നൽകണം. അല്ലാത്തപക്ഷം പ്രശ്നത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് സർക്കാർ ഉടനടി ഉചിതമായ നടപടി സ്വീകരിക്കണം. ചുരുക്കത്തിൽ, യേശുവിനെ ഒരു സ്ത്രീയായി അവതരിപ്പിച്ചുകൊണ്ട് അവർ ഇസ്ലാമിക ജിഹാദിനെ ന്യായീകരിക്കുന്നു, ബൈബിളിലെ യേശുവിനെ നിയമവിരുദ്ധമാക്കുന്നു. മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും യോജിക്കാത്തതും ഒരിക്കലും യോജിക്കാൻ കഴിയാത്തതുമായ വളരെ വിവാദപരമായ വിഷയങ്ങളാണ് അവർ കൈകാര്യം ചെയ്യാൻ തിരഞ്ഞെടുത്തത്. അതിനാൽ ഇത് രണ്ടു സമുദായങ്ങൾ തമ്മിലുള്ള ബന്ധത്തെ കൂടുതൽ വഷളാക്കും. ഈ വിഷയങ്ങളെക്കുറിച്ചുള്ള നിരവധി യൂട്യൂബ് വീഡിയോകൾ ആർക്കും കാണാവും, അഭിപ്രായങ്ങൾ വായിക്കാവും കഴിയും. ആളുകൾ ക്രിസ്ത്യൻ വിരുദ്ധ പ്രസ്താവനകൾ നടത്തുന്നതിന്റെ കാരണം അവർ എന്തു പറഞ്ഞാലും ക്രിസ്ത്യാനികൾ സ്വഭാവത്താൽ അവരെ ശാരീരികമായി ആക്രമിക്കില്ല എന്ന ബേസിക് വികാരമാണ്. മുസ്ലിങ്ങളെ പ്രീണീകരിക്കുന്നതിലൂടെ ഈ അവസരവാദികൾക്ക് വളരെയധികം അഭിനന്ദനവും പ്രതിഫലവും ലഭിക്കുന്നു. സിവിൽ സർവീസുകാർ മാത്രമല്ല, കോൺഗ്രസ് പാർട്ടിയും ഇടതുപക്ഷ പാർട്ടികളും ഇപ്പോൾ സ്വീകരിക്കുന്ന സമീപനമാണിത്. കാരണം ക്രിസ്ത്യൻ രാഷ്ട്രീയക്കാർ തികച്ചും വിഡ്ഢികളായിരുന്നു, ഒന്നിനും കൊള്ളാത്തവരായി മാറിയിരിക്കുന്നു. ഇസ്ലാമിക ജിഹാദിന്റെ പ്രത്യയശാസ്ത്രത്തിന്റെ അപകടകരമായ സ്വഭാവത്തെക്കുറിച്ച് ജനങ്ങളെ അന്ധരാക്കുക എന്നതാണ് ജിഹാദിന്റെ മൃദുലമായ നിർവചനങ്ങളുടെ ലക്ഷ്യം. സൈദ്ധാന്തികമായി ജിഹാദിനെ കഠിനാധ്വാനമായും ആന്തരിക പോരാട്ടമായും വ്യാഖ്യാനിക്കാമെങ്കിലും അത് വളരെ കപടമായ ഒരു മറച്ചുവയ്ക്കൽ മാത്രമാണ്. കാരണം ഇസ്ലാമിക മതത്തിന്റെ പശ്ചാത്തലത്തിൽ അതിന്റെ ജിഹാദ് ചരിത്രപരമായി എല്ലാ ഇസ്ലാമികേതര ജനതകളെയും പ്രദേശങ്ങളെയും കീഴടക്കി അവരുടെ ആത്യന്തിക ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കുന്നതിനുള്ള യഥാർത്ഥ ഭൗതിക യുദ്ധവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അത്തരം ചില ഇസ്ലാമിക മാപ്പുസാക്ഷികൾ ഇസ്ലാമിനെ ന്യായീകരിക്കുകയും അത്തരം മൃദുവായ നിർവചനങ്ങളിലൂടെയും വ്യാഖ്യാനങ്ങളിലൂടെയും ജിഹാദിനെ വെള്ളപൂശുകയും ചെയ്യുമ്പോൾ അവരുടെ സ്വന്തം ഗ്രൂപ്പിലെ മറ്റു ചില ഇസ്ലാമിസ്റ്റുകൾ വളരെ സംഘടിതമായി നിരപരാധികളായ ക്രിസ്ത്യാനികളെ കൊന്നുകൊണ്ട് ലോകമെമ്പാടും വെറുപ്പിന്റെയും കൊലപാതകത്തിന്റെയും യഥാർത്ഥ ഭൗതിക ജിഹാദ് നടപ്പിലാക്കുകയാണെന്ന് നാം ഓർക്കണം. ജിഹാദിനെ വെള്ളപൂശുന്നവർ അത്തരം യുക്തിരഹിതമായ കൊലപാതകങ്ങളെ പുച്ഛിക്കുന്നില്ല. കാരണം അതാണ് അവരുടെ മതത്തിന്റെ കാതലാണെന്ന് അവർക്കറിയാം. പക്ഷേ ഒരു തുറന്ന സമൂഹത്തിൽ അവർക്കത് തുറന്നു പറയാൻ കഴിയില്ല. അങ്ങനെ അവരുടെ മനസാക്ഷി അത്തരം വെറുപ്പും കൊലപാതകവും മോശമാണെന്ന് പറയുന്നു. പക്ഷേ അവരുടെ മതം അവരോടത് ചെയ്യാൻ കൽപ്പിക്കുന്നു. അതിനാൽ അവരുടെ പ്രത്യയശാസ്ത്രമാണ് പ്രശ്നം. ഇത് വളരെ അപകടകരമാണ്. അതിനാൽ ജിഹാദിന്റെ യഥാർത്ഥ അർത്ഥവും അതിന്റെ പ്രായോഗിക പ്രയോഗവും മൃദുവും നിഷ്കളങ്കവുമല്ല. ക്രിസ്ത്യൻ വിശ്വാസത്തെയും ക്രിസ്ത്യാനികളെയും നശിപ്പിക്കാൻ ആവിഷ്കരിച്ച ഏറ്റവും അക്രമാസക്തമായ അജണ്ടയാണ് ജിഹാദ്. വാസ്തവത്തിൽ ഖുറാനിൽ കാഫിറുകളെയോ അമുസ്ലിംകളെയോ കൊല്ലണമെന്നാവശ്യപ്പെടുന്ന നിരവധി വാക്യങ്ങളുണ്ട്. അതിനാൽ മുസ്ലിംകൾ പങ്കെടുക്കാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്ന യഥാർത്ഥ പോരാട്ടം രാഷ്ട്രങ്ങളെ കീഴടക്കുകയും അവരെ ഇസ്ലാമിക രാഷ്ട്രമാക്കി മാറ്റുകയും ചെയ്യുക എന്നതാണ്. തുർക്കി, സിറിയ, ലെബനൻ എന്നിവിടങ്ങളിൽ അത് സംഭവിച്ചു. ഇപ്പോൾ അത് നൈജീരിയ, സുഡാൻ, യൂറോപ്പ് എന്നിവിടങ്ങളിൽ സംഭവിക്കുന്നു. എല്ലാത്തരം കഠിനാധ്വാനത്തിലോ പോരാട്ടത്തിലോ ആയിരിക്കാൻ മുസ്ലിങ്ങളോട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. എന്നാൽ ഈ കഠിനാധ്വാനമെല്ലാം ആത്യന്തികമായി അമുസ്ലിംകളുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലേക്കും കടന്നുകയറി അമുസ്ലിംകളെ കീഴടക്കുക എന്ന ലക്ഷ്യത്തോടെയുമാണ്. അങ്ങനെ ആത്യന്തികമായി അവരൊരു ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കാൻ പദ്ധതിയിടുന്നു. സോഷ്യൽ മീഡിയയിൽ ചില ക്ലിപ്പുകൾ പ്രചരിക്കുന്നുണ്ട്. അതിൽ കാഫിറുകളെ ഏതെങ്കിലും വിധേന കൊല്ലണമെന്ന് തീവ്രവാദികൾ ആവശ്യപ്പെടുന്നു. ഒരു ക്ലിപ്പിൽ പ്രവാചകനെ എതിർത്താൽ ഒരു പിതാവിന്റെ തല പോലും വെട്ടണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തു തരത്തിലുള്ള സമാധാനത്തെയും ആന്തരിക പോരാട്ടത്തെയും കുറിച്ചാണ് സംസാരിക്കുന്നത്? ഇത് വഴിതെറ്റിയ മതപരമായ ആത്മാവാണ്. ഇത്രയും കഠിനാധ്വാനത്തിലൂടെ അവർക്കൊരു സ്വർഗം ലഭിക്കുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നു. അവിടെ അവർക്ക് ധാരാളം ഹൂറികളോ സുന്ദരികളോ ഉണ്ടാകും. പല മുസ്ലിം പണ്ഡിതന്മാരും ഇത് വ്യക്തമായി സമ്മതിക്കുന്നു. ഈ തെറ്റായ പ്രതീക്ഷയാണ് അവരെ എല്ലാ കൊലപാതകങ്ങളും നശിപ്പിക്കലുകളും ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. സ്വർഗത്തെക്കുറിച്ചുള്ള അത്തരമൊരു ക്രമരഹിതമായ ദർശനം മുഴുവൻ ഇസ്ലാമിക പ്രത്യയശാസ്ത്രവും തെറ്റാണെന്നതിന് മതിയായ തെളിവാണ്. ക്രിസ്ത്യൻ സത്യത്തെയും ക്രിസ്ത്യാനികളെയും എതിർക്കാനും നശിപ്പിക്കാനും മാത്രമാണ് ഇസ്ലാം രൂപകൽപ്പിച്ചിരിക്കുന്നത്. പക്ഷേ അവർ വിജയിക്കില്ല. ഇസ്ലാമിക ജിഹാദ് സലിതവും നിരപരാധിയുമായ ഒരു പ്രത്യയശാസ്ത്രമല്ല. ചരിത്രപരമായി ഇത് ലോകമെമ്പാടും വ്യാപിച്ച ഒരു ക്രിസ്ത്യൻ വിരുദ്ധ പ്രസ്ഥാനമാണ്. അങ്ങനെ മുൻകാലങ്ങളിൽ ലക്ഷക്കണക്കിന് ക്രിസ്ത്യാനികൾ കൊല്ലപ്പെട്ടു.
നൂറുകണക്കിന് ആളുകൾ എല്ലാ ദിവസവും കൊല്ലപ്പെടുന്നു. പല ക്രിസ്ത്യൻ ബഹുപക്ഷ രാഷ്ട്രങ്ങളും മുസ്ലിം ബഹുപക്ഷ രാഷ്ട്രങ്ങളായി മാറിയിരിക്കുന്നു. ഇസ്ലാം യഥാർത്ഥത്തിൽ ഒരു ക്രിസ്ത്യൻ വിരുദ്ധ പ്രത്യയശാസ്ത്രമാണ്. അത് യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെയും മരണത്തെയും പുനരുത്ഥാനത്തെയും നിഷേധിക്കുന്നു. ഇസ്ലാം ക്രിസ്ത്യൻ വിശ്വാസത്തെയും ക്രിസ്ത്യാനികളെയും നിഷേധിക്കുകയും ആക്രമിക്കുകയും ചെയ്യുന്നു. വാസ്തവത്തിൽ ജിഹാദിന്റെ ഏതൊരു മൃദുവായ നിർവചനവും ആഗോള ഇസ്ലാമിക രാഷ്ട്രമെന്ന ഇസ്ലാമിന്റെ ആത്യന്തിക ലക്ഷ്യം നേടിയെടുക്കുന്നതിനായി ഒരു ജിഹാദാണ്. ക്രിസ്ത്യൻ രാഷ്ട്രീയക്കാരും മതനേതാക്കളും ക്രിസ്ത്യൻ സമൂഹത്തിന്റെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ പൂർണ്ണമായും പരാജയപ്പെട്ടു. ഈ സാഹചര്യത്തിൽ ഇവർ ചെയ്യുന്നതുപോലെ ജിഹാദ് എന്ന ആശയത്തെ ഇങ്ങനെ വെള്ളപൂച്ചുന്നത് വളരെ മണ്ടത്തരവും ഗൂഢലക്ഷ്യങ്ങളോടെയുമാണ്. ലവ് ജിഹാദ്, ഹിജാബ് പ്രശ്നം, മുനമ്പം വഖഫ് പ്രശ്നങ്ങൾ തുടങ്ങിയ കേരളത്തിലെ സമീപകാല വിവാദങ്ങൾ ചില മുസ്ലിമുകളുടെ മനസ്സിനുള്ളിലെ വെറും ആന്തരിക പോരാട്ടമായിരുന്നില്ല, മറിച്ച് പോരാട്ടം വിനാശകരമായി ഭൗതിക തലങ്ങളിലേക്കും മറ്റുള്ളവരുടെ സ്വകാര്യ ഉടമസ്ഥതയിലേക്കും വ്യാപിക്കുകയും അവരുടെ സമാധാനവും സ്വത്തും നശിപ്പിക്കുകയും നിരവധി വ്യക്തികൾക്ക് സ്ഥിരമായ നാശനഷ്ടങ്ങൾ വരുത്തിവെക്കുകയും ചെയ്തു. ക്രിസ്ത്യാനികളാണ് പ്രധാന ഇരകൾ. പ്രശ്നം പരിഹരിക്കുന്നതിൽ സർക്കാരും രാഷ്ട്രീയ പാർട്ടികളും കോടതികളും പരാജയപ്പെട്ടു. അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? പ്രശ്നം പരിഹരിക്കുന്നതിനോ സമൂഹത്തിൽ സമാധാനം സൃഷ്ടിക്കുന്നതിനോ? അതിനുപകരം പലരും അത് നശിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. കുറഞ്ഞത് അത്തരം വ്യക്തികളെയെങ്കിലും സമൂഹത്തിലെ നെഗറ്റീവ് ഘടകങ്ങളായി പ്രഖ്യാപിക്കുകയും അവർക്കെതിരെ ഉചിതമായ അച്ചടക്ക നടപടികൾ സ്വീകരിക്കുകയും വേണം. അവർ നടത്തിയ രണ്ട് പ്രസ്താവനകളും വിശകലനം ചെയ്യുമ്പോൾ അതിന്റെ സൂചനകൾ വളരെ അപകടകരമാകും. യേശുക്രിസ്തു തെറ്റായി ചിത്രീകരിക്കുന്നു. അദ്ദേഹത്തിന്റെ സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും മൂല്യങ്ങളെ അവഗണിക്കുന്നു. എന്നിട്ട് ഇസ്ലാമും അതിന്റെ ജിഹാദും അക്രമവും കൊലപാതകവും പ്രോത്സാഹിപ്പിക്കപ്പെടുന്നു. എത്ര ലജ്ജാകരം! ആദ്യം തന്റെ കവിതയിലൂടെ ബൈബിൾ പുരുഷനായ യേശുവിനെ ഒരു സ്ത്രീയാക്കി അവർ മാറ്റി. പിന്നീട് ഒരു പ്രഭാഷണത്തിൽ ജിഹാദിന്റെ യഥാർത്ഥ പ്രായോഗിക അർത്ഥം മറച്ചുവെക്കുന്നതിനായി അവർ മൃദുവായ നിർവചനങ്ങളും വ്യാഖ്യാനങ്ങളും ഉപയോഗിച്ച് ജിഹാദിനെ വെള്ളപൂച്ചി. ഇത് ഇരട്ട മാനദണ്ഡങ്ങളാണ്. ഇത് വളരെ അപകടകരമാണ്. യേശു ഒരു സ്ത്രീയാണെന്നവർ പറഞ്ഞപ്പോൾ യേശുവിന്റെ ദൗത്യത്തെയും സ്വഭാവത്തെയും അവർ വളച്ചൊടിക്കുകയാണ്. യേശുവിന്റെ വളരെ സത്യസന്ധമല്ലാത്തതും ചരിത്രപരവുമല്ലാത്തതും ബൈബിൾ വിരുദ്ധവുമായ ഒരു അവതരണമായിരുന്നു അത്. ന്യായീകരിക്കാവുന്ന പരിധിക്കപ്പുറം വളരെ പോസിറ്റീവായി ജിഹാദിനെ അവർ അവതരിപ്പിച്ചു. എന്നാൽ അവർ യേശുവിന്റെ സ്വഭാവത്തെ വളച്ചൊടിച്ചു. യേശുവിനെ നിഷേധാത്മകമായി പൂർണ്ണമായും ന്യായീകരിക്കാനാവാത്ത രീതിയിൽ അവതരിപ്പിച്ചു. ഇവിടെയാണ് പ്രശ്നം. ഇവിടെ വ്യക്തമായൊരു ഇസ്ലാമിക പക്ഷപാതമും ക്രിസ്ത്യൻ വിരുദ്ധ നിലപാടും വ്യക്തമായി ശ്രദ്ധേയവും ഒരേസമയം പ്രകടവുമാണ്. ഇത് ഇരട്ടത്താപ്പാണ്. രണ്ടു മതങ്ങളുടെയും പരസ്പര വിരുദ്ധമായ സ്വഭാവം കാരണം ഇത് വളരെ ഗുരുതരമാണ്. ക്രിസ്തുമതത്തിന്റെ എല്ലാ അടിസ്ഥാന തത്വങ്ങളെയും നിഷേധിക്കുന്ന ക്രിസ്തീയ വിശ്വാസത്തിന്റെ നേരെ വിപരീതമാണ് ഇസ്ലാം. രണ്ടും ഒരേ സമയം സത്യമാകാൻ കഴിയില്ല. ചരിത്രപരമായും ദൈവശാസ്ത്രപരമായും ഇസ്ലാം ഏറ്റവും ശക്തമായ ക്രിസ്ത്യൻ വിരുദ്ധ രാഷ്ട്രീയ മതപ്രസ്ഥാനമാണെന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ക്രിസ്തീയ വിശ്വാസത്തിന്റെ പ്രധാന സിദ്ധാന്തങ്ങളായ യേശുക്രിസ്തുവിന്റെ ദൈവത്വം, മരണം, പുനരുത്ഥാനം എന്നിവ ഇസ്ലാം നിഷേധിക്കുന്നു. പിന്നെ ജിഹാദിലൂടെ ഇസ്ലാം പ്രധാനമായും ലക്ഷ്യമിടുന്നത് ക്രിസ്ത്യാനികളെ ശാരീരികമായി നശിപ്പിക്കുകയെന്നതാണ്. ലോകമെമ്പാടും അതിന്റെ വ്യക്തമായ നടപ്പിലാക്കലിൽ വിവിധ രാജ്യങ്ങളിലെ ക്രിസ്ത്യാനികളെ കൊല്ലുന്നതിലൂടെ ഈ പദ്ധതി വ്യക്തമാണ്. അത്തരമൊരു ആഗോള സാഹചര്യത്തിൽ ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥ എന്തുകൊണ്ടാണ് ക്രിസ്ത്യാനികളെ എതിർക്കുന്ന പ്രസ്താവനകൾ നടത്തുന്നതും അതേസമയം മുസ്ലിമുകളുടെ പക്ഷം ചേരുന്നതുമെന്നാണ് ചോദ്യം. അപ്പോൾ സാധാരണക്കാർ ചോദിക്കുന്നത് ഇത്തരം ആളുകളുടെ ഉദ്ദേശങ്ങളും എന്തൊക്കെയാണെന്നാണ്. നിങ്ങൾ ആരെയാണ് പ്രീണിപ്പിക്കാൻ ശ്രമിക്കുന്നത്? നിങ്ങൾ ഒരേ സമയം കോൺഗ്രസിനെയും ഇടതുപക്ഷ രാഷ്ട്രീയ പാർട്ടികളെയും മുസ്ലിങ്ങളെയും പ്രീണിപ്പിക്കാൻ ശ്രമിക്കുകയാണോ? അതോ എല്ലാ ഗ്രൂപ്പുകൾക്കും ഒരേ സമയം സ്വീകാര്യനായി സ്വയം അവതരിപ്പിക്കാൻ ശ്രമിക്കുകയാണോ? രാഷ്ട്രീയ ബന്ധങ്ങളിലൂടെയോ മതസമൂഹങ്ങളെ പ്രീതിപ്പെടുത്തുന്നതിലൂടെയോ ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥൻ ഒരു കരിയർ കെട്ടിപ്പടുക്കരുത്. മുൻകൂട്ടി ആസൂത്രണം ചെയ്ത അജണ്ടയില്ലാതെ ചിലർ അത്തരം പ്രസ്താവനകൾ നടത്തുകയും വിവാദങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തേക്കാം. എന്നാൽ ചിലർ ചില രഹസ്യ അജണ്ടകളും ദീർഘകാല ലക്ഷ്യങ്ങളോ അഭിലാഷങ്ങളോ ഉപയോഗിച്ച് അത്തരം വിവാദങ്ങൾ സൃഷ്ടിച്ചേക്കാം. അത്തരം വിഷയങ്ങൾ തുടർച്ചയായി ഉന്നയിക്കുമ്പോൾ അത് ഗുരുതരമാകും. കാരണം വ്യക്തികളുടെ പ്രവണതകളിലും പെരുമാറ്റത്തിലും ഒരു പ്രത്യേക രീതി ആളുകൾ ശ്രദ്ധിക്കുന്നു. ഇതെല്ലാം ഇന്ത്യൻ ഭരണഘടനയുടെ മതേതര മൂല്യങ്ങൾക്കും സിവിൽ സർവീസ് നിയമങ്ങൾക്കും എതിരാണ്. അതിനാൽ അത്തരം സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നിയമ നടപടിയും സർക്കാർ അച്ചടക്ക നടപടികളും സ്വീകരിക്കുന്നതിന് ചില സാധുവായ കാരണങ്ങളുണ്ട്. തെറ്റായ ഒരു പ്രത്യയശാസ്ത്രം വെള്ളപൂശാൻ ശ്രമിക്കരുത്. ആരെയും ഒരു കാരണവശാലും ആകർഷിക്കാൻ ശ്രമിക്കരുത്. ഒരു പൊതുപ്രവർത്തകൻ പൊതുജനങ്ങളെ സേവിക്കണം. അതിനാണ് അവർ ശമ്പളം വാങ്ങുന്നത്. വിവാദ വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നതിനു മുൻപ് ഇരുവിഭാഗത്തിന്റെയും പുസ്തകങ്ങൾ വായിച്ചുകൊണ്ട് നിങ്ങൾ വിഷയം നന്നായി പഠിക്കുകയും അതിന്റെ വിവിധ വശങ്ങൾ പരിഗണിക്കുകയും വേണം. അതിന്റെ സിദ്ധാന്തം പഠിക്കുക മാത്രമല്ല, ലോകമെമ്പാടുമുള്ള പ്രായോഗിക സാഹചര്യങ്ങളിൽ അവരതെങ്ങനെ പ്രയോഗിക്കുന്നു എന്ന് മനസ്സിലാക്കുകയും വേണം. സിറിയ, ലെബനൻ, പാകിസ്ഥാൻ, നൈജീരിയ, സുഡാൻ എന്നിവിടങ്ങളിൽ ഇസ്ലാം സമാധാനപരമാണെന്ന് നിങ്ങൾക്ക് സത്യസന്ധമായി പറയാൻ കഴിയുമോ? അവർ ക്രിസ്ത്യാനികളോടെങ്ങനെയാണ് പെരുമാറുന്നത്?
മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കുക എന്ന നയം കാരണം പുതിയൊരു തരത്തിലുള്ള ഇസ്ലാമിക അധിനിവേശത്താൽ യൂറോപ്പും യുഎസ്എയും ഇതിനകം തന്നെ അടിത്തറ നഷ്ടപ്പെട്ടു, നശിപ്പിക്കപ്പെട്ടു. വിദേശത്തോ കശ്മീരിലോ പോലും നടന്ന ഏതെങ്കിലും ഇസ്ലാമിക ഭീകരതയെ കേരളത്തിലെ മുസ്ലിങ്ങൾ ഒരിക്കലും കുറ്റപ്പെടുത്തിയിട്ടില്ല. അതിനാൽ മുസ്ലിങ്ങൾ പോലും നിങ്ങളുടെ മൃദുവായ ജിഹാദ് പതിപ്പിനെ അംഗീകരിക്കുന്നില്ല. ജിഹാദിന്റെയും തഖീയയുടെയും സിദ്ധാന്തങ്ങൾ ഒരുമിച്ചു പോകുന്നു. ജിഹാദിനെക്കുറിച്ച് സംസാരിക്കുന്ന ഖുറാനിലെ എല്ലാ വാക്യങ്ങളും ഒരു പക്ഷപാതവുമില്ലാതെ നിങ്ങൾ ശരിക്കും വായിച്ചിട്ടുണ്ടോ? കാഫിറുകളെ കൊല്ലാൻ മുസ്ലിങ്ങളോട് നിർദ്ദേശിക്കുന്ന വാക്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ ഹമാസ്, ഹിസ്ബുള്ള തുടങ്ങിയവരുടെ അടുത്തേറ്റുപോയി നിങ്ങളുടെ മൃദുവായ ജിഹാദ് പതിപ്പ് അവരെ പഠിപ്പിക്കാമോ? അപ്പോൾ ജിഹാദ് എന്താണെന്ന് അവർ നിങ്ങളെ പഠിപ്പിക്കും. ജിഹാദിന്റെ മൃദുവായ വീക്ഷണത്തിന്റെ അപകടം ശ്രദ്ധാപൂർവം ശ്രദ്ധിക്കണം. തീവ്രവാദവും മറ്റുള്ളവരെ നശിപ്പിക്കുന്നതുമാണ് ജിഹാദിന്റെ യഥാർത്ഥ വശങ്ങൾ എന്ന വസ്തുത അവർ തെറ്റായി നിഷേധിക്കുന്നു. ഈ നിഷേധം കപടമാണ്, മുസ്ലിങ്ങളെ പ്രീതിപ്പെടുത്താനും ഇസ്ലാമിനെ വെള്ളപൂശാനും ഉദ്ദേശിച്ചതാണ്. ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലെ ഒരു പ്രമുഖ സർക്കാർ ഉദ്യോഗസ്ഥനിൽ നിന്നുള്ള അത്തരമൊരു തുറന്ന നിലപാട് ശരിക്കും വളരെ അപകടകരമായൊരു പ്രവണതയാണ്. കാരണം ഇതിനെ ഔദ്യോഗിക സർക്കാർ നിലപാടായി വ്യാഖ്യാനിക്കാം. മാത്രമല്ല, അത്തരം ആളുകൾക്ക് ഭീകരപ്രവർത്തനങ്ങളെ അവഗണിക്കാനോ അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ സംസ്ഥാനത്ത് പ്രത്യക്ഷപ്പെടുന്ന ഭീകരതയുടെ മൂലകാരണങ്ങൾ തിരിച്ചറിയുന്നതിൽ പരാജയപ്പെടാനോ സാധ്യതയുണ്ട്. വാസ്തവത്തിൽ അത്തരം തെറ്റായ വ്യാഖ്യാനങ്ങൾ ലക്ഷ്യമിടുന്നത് ജിഹാദിന്റെ യഥാർത്ഥ അർത്ഥത്തെക്കുറിച്ച് അമുസ്ലിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക, അങ്ങനെ ഇസ്ലാമിനെ വെള്ളപൂശുന്നതിലൂടെ മുസ്ലിങ്ങളെ പ്രീതിപ്പെടുത്തുക, ഇസ്ലാമിന്റെ പ്രതിച്ഛിംഭ ചെറുതായി ഉയർത്തുക എന്നിവയാണ്. ഈ പബ്ലിക് റിലേഷൻ സ്റ്റണ്ടുകളിലെല്ലാം യഥാർത്ഥ അജണ്ടയും ഉദ്ദേശ്യങ്ങളും എപ്പോഴും മറഞ്ഞിരിക്കും. അങ്ങനെ മുസ്ലിങ്ങളുടെ ഇടയിൽ എളുപ്പത്തിൽ ജനപ്രിയനാകാൻ കഴിയും. ഒരു രാഷ്ട്രീയക്കാരന് കൂടുതൽ വോട്ടുകൾ നേടാനും ഒരു ഉദ്യോഗസ്ഥന് സർക്കാർ സേവനങ്ങളിൽ അനുകൂല ഫാനങ്ങൾ നേടാനും കഴിയും. ഇത്തരം നിസ്സാര ശ്രമങ്ങളിലൂടെ മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കുന്നവർ അത് ചെയ്യുന്നത് താൽക്കാലിക നേട്ടങ്ങൾക്ക് വേണ്ടിയാണ്. എന്നാൽ അത്തരം പ്രവർത്തനങ്ങൾ സമൂഹത്തിൽ വളരെ നിഷേധാത്മകമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കും. ലോകം മുഴുവൻ ഇസ്ലാമിക് ജിഹാദ് പ്രസ്ഥാനത്തിൽ നിന്ന് വലിയ ഭീകരത അനുഭവിക്കുമ്പോൾ ജിഹാദിനെ നിരപരാധിയും വിശുദ്ധവുമായി ചിത്രീകരിക്കുന്നത് അങ്ങേയറ്റം സത്യസന്ധതയില്ലാത്തതും മനുഷ്യരാശിക്ക് വലിയ ദ്രോഹവുമാണ്. കാരണം ഇതത്തരം ഭീകരപ്രവർത്തനങ്ങൾ ത്വരിതപ്പെടുത്തുന്നതിന് വളരെയധികം സഹായിക്കും. എല്ലാത്തിനുമുപരി ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ ഇതു ചെയ്യുമ്പോൾ ഇതിനർത്ഥം സർക്കാർ ഇതിനെല്ലാം മൗനാനുവാദം നൽകുകയും അത്തരം ഭീകരപ്രവർത്തനങ്ങൾക്ക് സൗകര്യമൊരുക്കുകയും ചെയ്യുന്നു എന്നാണ്. അത്തരം സത്യസന്ധമല്ലാത്ത തന്ത്രങ്ങൾ സമൂഹത്തിലെ വിവിധ മതസമൂഹങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളിൽ ദീർഘകാലം നിലനിൽക്കുന്ന പ്രതികൂല പ്രത്യാഘാതങ്ങളുണ്ടാക്കും. സാമൂഹ്യമാധ്യമങ്ങളിൽ മുസ്ലിങ്ങൾ ഈ കുതന്ത്രങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും അവരുടെ ജിഹാദിനെ ന്യായീകരിക്കാനൊരു മുതലെടുപ്പ് നടത്തുകയും ചെയ്യുന്നു. ഇത് പ്രധാനമായും ബാധിക്കുന്നത് ക്രിസ്ത്യാനികളെയാണ്. കാരണം ക്രിസ്ത്യാനികളാണ് ഇസ്ലാമിന്റെ പ്രാഥമിക ഇരകൾ. കേരളം ഒരു നിർണായക ഘട്ടത്തിലാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഉപസംഹരിക്കട്ടെ. മറ്റൊരാളുടെ തിരക്കഥയെ അടിസ്ഥാനമാക്കി പ്രത്യേകിച്ചത്തരം മതപരമായ വിഷയങ്ങളിൽ ഒരിക്കലും പൊതുപ്രസംഗം നടത്തരുത്. പ്രാഥമിക സ്രോതസ്സുകളെ അടിസ്ഥാനമാക്കി ഈ വിഷയം സ്വതന്ത്രമായി പഠിക്കുക. ഉത്തരവാദിത്വത്തോടെ ഇത് ചെയ്യാൻ നിങ്ങൾക്ക് കഴിവില്ലെന്ന് വ്യക്തമായി തെളിയിച്ചതിനാൽ ദയവായി പൊതുഫണ്ടിൽ നിന്നും ശമ്പളം വാങ്ങുന്നത് നിർത്തി നിങ്ങളുടെ സ്വന്തം മതപഠനം നടത്തുക. അല്ലെങ്കിൽ സർക്കാർ ഈ വിഷയത്തിൽ അന്വേഷണം നടത്തി ഉചിതമായതും മാതൃകാപരവുമായ അച്ചടക്ക നടപടികൾ സ്വീകരിക്കണം. എല്ലാത്തിനുമുപരി ഒരു സിവിൽ സർവീസുകാരന് ഇങ്ങനെ സംസാരിക്കാൻ കഴിയുമോ? കോടതികൾ തീരുമാനിക്കട്ടെ. സമൂഹത്തെ സേവിക്കുന്നതിൽ രാജ്യത്തെ നിരവധി സിവിൽ സേവകർ അവരുടെ കടമയിൽ ഭയങ്കരമായി പരാജയപ്പെട്ടു. ഒരു സമൂഹമെന്ന നിലയിലും ഒരു സ്റ്റേറ്റ് എന്ന നിലയിലും കേരളം പരാജയപ്പെടുന്നു എന്നതാണ് സത്യം. സമൂഹത്തിന്റെ പുരോഗതിക്ക് നേതൃത്വം നൽകാൻ ജനങ്ങളിൽ നിന്നും ശമ്പളം വാങ്ങുന്ന സിവിൽ സർവീസുകാർ അവരുടെ കടമ വേണ്ടത്ര നിറവേറ്റുന്നില്ല. അവർ സ്വന്തം കാര്യങ്ങളിൽ മുഴുകിയിരിക്കുകയാണ്, അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി കാര്യമായ ഒന്നും ചെയ്യുന്നില്ല. പിന്നീടവർ ഇപ്പോൾ മതപരമായ വിഷയങ്ങളിൽ പോലും ഇടപെടുന്നു. ഇത് വർഗീയ കലാപങ്ങൾക്ക് കാരണമാകും. ഇത് വെറുപ്പുളവാക്കുന്നതാണ്. സമൂഹത്തിൽ മറ്റു നിരവധി പ്രശ്നങ്ങളുണ്ട്. എന്തുകൊണ്ടവ പരിഹരിക്കുന്നില്ല? സമൂഹത്തിന്റെ പൊതുഭരണത്തിനാണ് സിവിൽ സർവീസുകാർക്ക് ശമ്പളം ലഭിക്കുന്നത്, സമൂഹത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതിനല്ല. ശ്രദ്ധിക്കുക, സർക്കാരും കോടതികളും സ്വമേധയാ ഉചിതമായ നടപടി സ്വീകരിക്കണം.